ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം സംഘടിപ്പിക്കുന്നു. ജനുവരി 7, 8 തീയതികളിൽ ടെക്സ്പോ 2K25 എന്ന പേരിലാണ് പരിപാടിയെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരം, അതുപോലെ തന്നെ സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത, പ്രസക്തി പൊതുവെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവുമാണ് നമ്മൾ ഈ ടെക്സ്പോ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും നമ്മൾ ഈ സാങ്കേതിക വിദ്യാഭ്യാസം അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നത് ജനങ്ങൾ അറിയുമ്പോഴാണ് സ്വാഭാവികമായും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ മലബാറിൽ തന്നെ 1-2 സംഭവങ്ങൾ, ഒരു പൈലറ്റ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കൂട്ടി പൈലറ്റായി 7 മണിക്കൂർ വിമാനം നടത്തിയ ഒരു സംഭവം. വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്നതിനും സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പരിപാടിയെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രിയൽ ചെയർമാൻ ലക്ഷ്മി നാരായണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സ്ഥാപനത്തിലെ മെക്കാനിക്കൽ, സിവിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രൊജക്ടുകൾക്ക് പുറമെ NCC പവിലിയൻ, ഇല്യൂഷൻ റൂം, ലേസർ ഷോ, 3D ഷോ, റോബോട്ടിക്സ്, ഹൊറർ ഹൗസ് തുടങ്ങിയ പ്രദർശനങ്ങളും ഉണ്ടായിരിക്കും. എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് 3 ഈവന്റ് ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഈവന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെയും പ്രൊജക്ട് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, അതായത് 10ാം ക്ലാസ് പ്ലസ് 2 വിദ്യാർത്ഥികളുടെ സയൻസ് ഫെയർ പ്രൊജക്ടുകൾ പ്രസന്റ് ചെയ്യാനുള്ള വേദി നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കണ്ടക്ട് ചെയ്യുന്ന സ്കിൽ ടെസ്റ്റുകൾ, കാഡ് മാസ്റ്റർ, ലെയ്ത്ത്, അതുപോലുള്ള സ്കിൽ ടെസ്റ്റുകൾ കുട്ടികൾക്ക് പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈവന്റ് കാണാനായിട്ട് നമുക്കുള്ള സമയം എന്ന് പറയുന്നത് 9:30 മുതൽ 3:30 വരെയാണ്. വിവിധ പോളിടെക്നിക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്കിൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പേടിയാണ്. അപ്പൊ അതല്ല, അവർ കഴിവിനനുസരിച്ച് അവർക്ക് സ്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാനുള്ള സ്കിൽ ടെസ്റ്റുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കാഡ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതായത് ബ്രിഡ്ജ് മേക്കിംഗ് കോമ്പറ്റീഷൻസ്, ചെറിയ ഓബ്സ്റ്റിക്കിൾസ് വെച്ചിട്ട് അവർക്ക് ചെറിയ കുട്ടികൾ കൊണ്ടുവരാറ്. അപ്പൊ അതിൽ ലോഡ് ബിയറിംഗ് എത്ര കപ്പാസിറ്റി വെച്ചിട്ടുള്ള സ്കിൽ ടെസ്റ്റുകളുണ്ട്. പിന്നെ ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രഷർ ഹണ്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൺ സോൺ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫൺ എലമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ട് ഹൊറർ ഹൗസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവുകൾ നമ്മൾ പുറത്തുള്ള ആളുകളെ കാണിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നമ്മളെ സംബന്ധിച്ച് 2 ബാച്ച് കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവർ പരമാവധി അവരുടെ നല്ല പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്. AI എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ AI-നോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളും ഈവൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വരെ നമ്മുടെ കുട്ടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് കാണാനുള്ള അവസരത്തിലുണ്ടാവും. 43ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 3000-ൽ പരം വിദ്യാർത്ഥികളും കൂടാതെ പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും പ്രദർശനം കാണാൻ എത്തുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. വർഷത്തിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും അവർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ പുറത്ത് ജനറൽ പബ്ലിക്കിന് വന്ന് കാണാനുള്ള അവസരം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റു പല പോളിടെക്നിക്കും വ്യത്യസ്തമായിട്ട് 2 വർഷത്തിലൊരിക്കലും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2012-ൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് 6ാമത്തെ എക്സിബിഷനാണ് നമ്മൾ നടത്തുന്നത്. സത്യത്തിൽ ഇതൊരു ചരിത്രമായിരിക്കും. മറ്റ് ഒരു പോളിടെക്നിക്കിലും ഇതുപോലെ ഒരു ടെക്നിക്കൽ എക്സിബിഷൻ നടത്തുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഞങ്ങൾ ഈ പ്രാക്ടിക്കൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് സ്കിൽ ഡെവലപ്മെന്റ്, കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനെയാണ് സത്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ കമ്മിറ്റഡ് ആയ കുറേ പ്രോജക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള പ്രോജക്റ്റുകൾ, ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള പ്രോജക്റ്റുകൾ, പല ഇൻഡസ്ട്രികളും ഞങ്ങൾ ഇതിൻ്റെ മുന്നേ തന്നെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ഈ വ്യാപാര പ്രോജക്റ്റുകളിൽ കുട്ടികളെ കൊണ്ട് കുട്ടികളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതിന് ഞങ്ങൾക്ക് പല പ്രോജക്റ്റുകളും ഇപ്പോൾ റിയലായിട്ടുള്ള പല ഇൻഡസ്ട്രികളിലും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. 2018 എക്സിബിഷൻ നടക്കുമ്പോൾ അവരൊരു ഡ്രോൺ ഉണ്ടാക്കി. ആ ഡ്രോൺ ഉണ്ടാക്കി പറത്തി അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ കേരള പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഡ്രോൺ അക്കാദമി, അതിൻ്റെ ലൈസൻസ് അക്കാദമി ഇവിടെ മാത്രമേ കാസർഗോഡാണ് ആസ്ഥാനമില്ല. അതുമാതിരി മിലിറ്ററിക്കുള്ളതും എയർഫോഴ്സിനുള്ള ഡ്രോണിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ കുട്ടികൾ നടത്തും.
അത് അങ്ങനെ ഒരു കുട്ടി. പിന്നെ കൊച്ചി വാട്ടർ മെട്രോന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ നിന്ന് പാസ് ഔട്ടായ ഒരു കുട്ടിയാണ്. അപ്പോൾ അവരൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ള കഴിവുകൾ നമ്മൾ പരിപോഷിച്ചെടുത്തതും അത് കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്തെടുത്തതും അവർക്കുള്ള പിന്തുണ കൊടുത്തതും വഴിമരുന്ന് ഇട്ട് കൊടുത്തതും ഇവിടെ നമ്മുടെ മാനേജ്മെന്റ് ഒരുക്കി തന്ന ഈ എക്സ്പോയിലൂടെയാണ്. കോളേജ് വൈസ് ചെയർമാൻ മരക്കാർമാരായ മംഗലം, സെക്രട്ടറി MP അബ്ദുറഹ്മാൻ, ട്രഷറർ ഹുസൈൻ കുട്ടി ഹാജി, വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സലീം, ടെക് എക്സ്പോ കോർഡിനേറ്റർ R അരുൺ, വിവിധ ഡിപ്പാർട്ട്മെന്റ് HOD-മാരായ K പ്രകാശൻ, സുനൈന K നൌഫൽ, മുഹമ്മദ് താഹിർ, കൃപ രാഗേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.